സദ്വേഷണം. അപ്പം ഇന്നത്തോടുകൂടി നമ്മുടെ ഗുരുവാണി ഭാഗം 1 ഷോർട്സ് നമ്മൾ അത് തീർന്നിരിക്കുകയാണ്. നാളെ മുതൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഗുരുവാണി ഭാഗം 2 ഷോർട്സുകളായിരിക്കും വരുന്നത്. അതായത് നമ്മുടെ ഗുരുധർമ്മ സംരക്ഷണ സംഘത്തിൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന 1 മുതൽ 25 വരെയുള്ള ആ ഒരു ഗുരുവാണികളാണ് നമ്മൾ വോളിയം 1 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആ വോളിയം 1 ഗുരുവാണികളെ അതിൻ്റെ അർത്ഥം കറക്റ്റ് വരുന്ന രീതിയിൽ, ഗുരു ഉദ്ദേശിച്ച ആശയം വരുന്ന രീതിയിൽ കുഞ്ഞു ഷോർട്സ് ആക്കി ഒരു 3 മിനിറ്റ്, നമ്മുടെ ചാനലിൽ അനുവദനീയമായ യൂട്യൂബിൻ്റെ ഷോർട്സ് എന്ന് പറഞ്ഞാൽ 3 മിനിറ്റാണ്. അപ്പോൾ ആ 3 മിനിറ്റിൽ നിൽക്കത്തക്ക രീതിയിൽ അതിനെ നമ്മൾ ചുരുക്കി ആ ഒരു ആശയം വരുന്ന രീതിയിലാണ് എല്ലാ ദിവസവും ഷോർട്സ് സംപ്രേഷണം ചെയ്യുന്നത് നമ്മുടെ ചാനലിലൂടെ, രാവിലെ തന്നെ എല്ലാവർക്കും കേൾക്കത്തക്ക രീതി. അപ്പോൾ ഇത് പറയുന്നതോടുകൂടി എന്ന് പറഞ്ഞാൽ അതുകൂടാതെ നമ്മൾ 155-156 ഗുരുവിൻ്റെ ബൈനോയെക്കുറിച്ചുള്ള ആ ഒരു കാര്യം കൂടി നമ്മളിതിൽ പരാമർശിച്ചല്ല, എല്ലാ ബുക്കിലും നമ്മളത് കൊടുക്കുന്നുണ്ട്. മനസ്സിലായി? ഗുരു എങ്ങനെയാണോ കൽപ്പാന്തം വരെ ഈ പരമ്പര ഭരിക്കേണ്ടതും ഭരിക്കപ്പെടേണ്ടതും ആര് നിയന്ത്രിക്കണമെന്നും ആരെയൊക്കെ ഉൾപ്പെടുത്തണമെന്നും എല്ലാ കാര്യങ്ങളും സ്പഷ്ടമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ബാക്കി എല്ലാ ഗുരുവാണികളും നമ്മൾ ഗുരുവിൻ്റെ വോയിസ് മാത്രമാണ് ഉൾപ്പെടുത്തുന്നത്, ഗുരുവാണികൾ മാത്രമാണ്. പക്ഷേ അതിന് വ്യത്യസ്തമായിട്ട് 155-156 ഗുരുവാണികൾ എന്ന് പറഞ്ഞാൽ ഗുരു ശിഷ്യന്മാർ തമ്മിൽ സംസാരിക്കുന്നത്, ഗുരുവും ശിഷ്യന്മാരും സംസാരിക്കുന്നതാണ് നമ്മളതിൽ. അത് ആ ആശയം വരുന്നത് കട്ട് ചെയ്താണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് പറയുന്നതോടുകൂടി വേറൊരു കാര്യം കൂടി പറയേണ്ട ഒരു അത്യാവശ്യമുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഈ ആശയം എവിടെ നിന്ന് വന്നു, ഇത് എങ്ങനെയാണിത് ചെയ്യേണ്ടി വരുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ്. ഈ ആശയം വന്നതെന്ന് പറഞ്ഞാൽ ഈ ഷോർട്സിനെ കുറിച്ച്, ഗുരുവാണി ഷോർട്സ് ആയിട്ട് ഇറങ്ങുന്നതിനെ കുറിച്ച് ആശയം വരുന്നത് നമ്മുടെ ഗുരുധർമ്മ സംരക്ഷണ സംഘത്തിൻ്റെ ട്രഷറായ രാധിക ബാൽരാജ്. പലരും നമ്മുടെ ഈ ചാനലിലുള്ള ഗുരുവാണികൾ എടുത്ത് കട്ട് ചെയ്ത് അയച്ചു കൊടുക്കുമായിരുന്നു. അപ്പോൾ ചേച്ചി അതെല്ലാം നമ്മുടെ ഗ്രൂപ്പുകളിലും നമുക്ക് വേണ്ടപ്പെട്ടവർക്കും ഷെയർ ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ്, പക്ഷേ രാധി ചേച്ചിക്ക് അന്ന് അറിയില്ലായിരുന്നു നമ്മുടെ ചാനലിൽ നിന്ന് തന്നെയുള്ള ഗുരുവാണികളാണ് ഈ വരുന്നതെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്തെന്ന് പറഞ്ഞാൽ ഇത് ബീന ചേച്ചിയായിട്ട് ഡിസ്കസ് ചെയ്തു. അപ്പോൾ ബീന ചേച്ചി പറഞ്ഞു ഇതെല്ലാം നമ്മുടെ ചാനലിലൂടെ വരുന്നതാണെന്നല്ല, വന്ന ഗുരുവാണികളെയാണ് ഇത് മുറിച്ച് ഇടുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ രാധി ചേച്ചി പറഞ്ഞ് എങ്കിൽ പിന്നെ നമുക്കത് ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോൾ ചേച്ചി അത് പറയുകയും അവർ തമ്മിൽ ആലോചിക്കുകയും, അങ്ങനെ രാധി ചേച്ചിക്ക് ഒരാഗ്രഹം, കാരണം ലണ്ടനിൽ നിന്ന് ചെയ്യാൻ പറ്റിയൊരു കാര്യം, രാധി ചേച്ചി വിദേശത്തായതുകൊണ്ട് ഇവിടെ എല്ലാ കാര്യത്തിലും ഇടപെടാൻ പറ്റാത്തത് കൊണ്ട് രാധി ചേച്ചി വിചാരിച്ച് എന്നാൽ പിന്നെ ഞാനത് നമ്മുടെ ചാനലിൽ നിന്നെടുത്ത് ഞാനത് ഒരു ചാനൽ തുടങ്ങിയിട്ട് ഇടട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോടൊക്കെ സംസാരിച്ച് ഞാൻ പറഞ്ഞു നല്ല കാര്യമാണ്, ചെയ്തോളാൻ പറഞ്ഞു. പക്ഷേ നമ്മളൊരു പുതിയ ചാനൽ തുടങ്ങി ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ 30 സെക്കൻഡ് മാത്രമേ ഷോർട്സ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഗുരു പറയുന്ന ഒരു ആശയത്തെ, ഗുരുവിൻ്റെ ഗുരുവാണിയിലുള്ള ഒരു ആശയത്തെ ഗുരു പറയുമ്പോൾ ഒരു വാക്കായിട്ട് എടുത്തിടാൻ പറ്റത്തില്ലല്ലോ. ഒരു വിഷയത്തെ ആസ്പദമാക്കിയായിരിക്കും ഗുരു ഒരു കാര്യം പറയുന്നത്. അപ്പോൾ ആ വിഷയത്തിൽ തുടങ്ങിയിട്ട് അവസാനിക്കുമ്പോൾ ആ പറയുന്ന കാര്യത്തിൻ്റെ അർത്ഥം എല്ലാവർക്കും മനസ്സിലാകും. അപ്പോൾ ആ ഒരു രീതിയിൽ എടുക്കാനാണെങ്കിൽ നമ്മുടെ ചാനലിൽ മാത്രമാണ് നമ്മൾക്ക് അതിന് മോണിറ്റൈസ്, നമ്മുടെ ചാനലിന് അതിനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. കാരണം അത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, നമുക്ക് ഒരു പരിധി ഉണ്ടല്ലോ. യൂട്യൂബിൻ്റെ ഓരോ നിയമങ്ങളെന്ന് പറഞ്ഞാൽ ഈ 1000 സബ്സ്ക്രൈബർ 4000 മണിക്കൂറാണ് അവർ മോണിറ്റൈസ്ഡ് ആകാനായിട്ട് ഒരു ചാനലിന് വേണ്ടത്, ഒരു വർഷത്തിനുള്ളിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നേരത്തെ കാലത്ത് പരസ്യവും പിന്നെ അത് തന്നെ പരസ്യത്തിൽ നിന്നുള്ള വരുമാനങ്ങളും തരാനായിട്ട് ഒരു ചാനൽ യോഗ്യമാകുന്നത്. അപ്പോൾ അതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ വരുമ്പോൾ അവർ കുറേശ്ശെ ഓരോ ഓപ്ഷൻസ് തുറന്നു തരും നമുക്ക്. ഇത്ര സബ്സ്ക്രൈബർ വരുമ്പോൾ, ഇത്ര ലൈക്ക് വരുമ്പോൾ, ഇത്ര കമൻറ്റ് വരുമ്പോൾ, ഇത്ര വ്യൂസ് വരുമ്പോൾ, അങ്ങനെ ഷെയർ വരുമ്പോൾ, അങ്ങനെ ഓരോ ഘട്ടത്തിലും അവർ നമുക്ക് ഓരോ ഓപ്ഷൻസ് തുറന്നു തരുമ്പോൾ അങ്ങനെ പല ഘട്ടങ്ങളായിട്ട് നമുക്ക് തുറന്നു കിട്ടിയതാണ് ഈ 3 മിനിറ്റ് എന്നുള്ളത്. അപ്പോൾ രാധി ചേച്ചി പറഞ്ഞ് അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഞാനെല്ലാം ചെയ്തു തരാം, ചന്ദ്രബാബു അത് അപ്ലോഡ് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി, ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ രാധി ചേച്ചിയാണ് നമ്മുടെ ഗുരു. അതിനിടയ്ക്ക് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. ഈ ഗുരുവാണികളെന്ന് പറയുമ്പോൾ
ഈ ഗുരുവാണി വോളിയം 1ഉം വോളിയം 2 ആയാലും കൊള്ളാം, നമ്മുടെ ഒരുപാട് വിശ്വാസികൾ ഗുരുവിൻ്റെ വോയിസ് ഇന്നുവരെ കേൾക്കാത്ത, അല്ലെങ്കിൽ ഇത്രയും വർഷം കൊണ്ട് കേൾക്കാൻ പറ്റാതിരുന്നൊരു സാഹചര്യത്തിൽ ഇരുന്ന ആൾക്കാർ അവരിതെല്ലാം കേട്ട് പല പ്രാവശ്യം കേട്ട് പല ആവർത്തി കേട്ട് ഗുരുവിൻ്റെ വളരെ മൈന്യൂട്ടായിട്ട് സംസാരിക്കുന്നത് പോലും നമ്മൾ അതെല്ലാം വ്യക്തത വരുത്തി എന്നുള്ള രീതിയിലാണ് ഗുരുവാണി വോളിയം 1 ആയാലും കൊള്ളാം, വോളിയം 2 ആയാലും കൊള്ളാം. അത് സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, അമ്മമാരുണ്ട്, പ്രായപരിധി ഇല്ലാതെ ആബാലവൃദ്ധം ജനങ്ങളുടെയും ആ ഒരു എന്താ പറയുക, ഇത് കേട്ട് എഴുതി 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 ഒരു കാര്യം തന്നെ ഒരുപാട് പ്രാവശ്യം കേൾക്കുമ്പോൾ ഗുരു സംസാരിച്ചതെന്ന് വെച്ചാൽ വാക്കുകൾ പോലും നമ്മൾ ഷാർപ്പായിട്ട് എടുക്കാൻ വേണ്ടി ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട്. മനസ്സിലായോ? അല്ലാതെ ആരെങ്കിലും കേട്ട് അവരവർക്ക് തോന്നിയ പോലെയുള്ള എഴുതുന്നതല്ല. ഇന്ന് ശാന്തിഗിരി ആശ്രമത്തിൽ തോന്നിയ പോലെ എഴുതുന്ന പോലെയല്ല, ഗുരുവാണികളെ വളച്ചൊടിച്ച് എഴുതുന്ന പോലെയല്ല. മനസ്സിലായ? വെള്ളം ചേർക്കാതെ ഗുരുവിൻ്റെ തനതായ സൗണ്ടിൽ, അതുകൊണ്ടെല്ലാം QR കോഡ് ഉൾപ്പെടെയുണ്ട് ഇതിൽ. മനസ്സിലായില്ലേ? അപ്പം ഇങ്ങനെ ഗുരുവാണികൾ ഇറക്കിയതിൽ നിന്ന് നമ്മുടെ ഇപ്പം ഈ ബുക്ക്, ഈ 2 വോളിയം 1ഉം വോളിയം 2ഉം അതിൽ പ്രവർത്തിച്ചവർക്കറിയാം. ഗുരുവാണി കേൾക്കുമ്പോൾ ആ ഗുരുവാണി ഏത് ഗുരുവാണിയിൽ നിന്നാണ് വന്നതെന്നും അത് എന്ത് വിഷയത്തെ ആസ്പദമാക്കിയെന്നും ഒക്കെ സ്പഷ്ടമായിട്ടറിയാം. മനസ്സിലായോ? അതായിരുന്നു പരമ്പരയിൽ വേണ്ടത്, അതല്ലേ വേണ്ടത്. അതിന് പകരം ഈ ചിലർക്ക് ഗുരുവാകാൻ വേണ്ടിയും ചിലർക്ക് അധികാരം സ്ഥാപിക്കാൻ വേണ്ടിയും ഗുരുവിൻ്റെ ആശയത്തെയും പ്രസ്ഥാനത്തെയും സ്വന്തം സ്വാർത്ഥ താല്പര്യത്തിന് വളച്ചൊടിക്കുകയാണ് ചെയ്തത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു വന്നു വെച്ചാൽ, ഈ ഗുരുവാണി വോളിയം 1ൻ്റെ ആ ഷോർട്സ് ആക്കാനായിട്ട് രാധി ചേച്ചി ആ ദൗത്യം ഏറ്റെടുക്കുകയും, അപ്പോൾ അതിൽ ഇന്ന പിക്ചർ കൊടുക്കണമെന്ന്, കാരണം ഒരു വീഡിയോ ഇന്ന വീഡിയോ കൊടുക്കണമെന്ന് പോലും തീരുമാനിച്ചത് രാധി ചേച്ചിയാണ്. മനസ്സിലായി? ആ ഷോർട്സിൻ്റെ ആശയം 99% ആ ഒരു കാര്യത്തിൽ രാധി ചേച്ചിയുടെ കോൺട്രിബ്യൂഷനാണ്. മനസ്സിലായി? ചെറിയൊരു കാര്യമല്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ തുടങ്ങിയപ്പോൾ അതിന് ഓരോ നമ്പർ വേണമെന്നുണ്ടായിരുന്നു. നമ്പർ കൂടാതെ അത് ഏത് ദിവസത്തെയാണെന്ന്, ഏത് എന്താ പറയുക, ഏത് ഭാഗത്ത് ഗുരുവാണി വോളിയം 1ൻ്റെയും പിന്നെ ചാനലിലുള്ളയും ഗുരുവാണിയും തമ്മിലുള്ള ആ ഒരു എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തിയാണ് അയച്ചിരിക്കുന്നത്. വോളിയം 1 തീരുന്നത് 252ാമത്തെ ഗുരുവാണിയിലാണ് ഈ വോളിയം 1 ഇപ്പം തീർന്നിരിക്കുന്നത്. ഇന്ന് തീരുന്നത് 13-ാം തീയതിയായ ഇന്നത്തെ ദിവസം. മനസ്സിലായി? നാളെ മുതൽ വോളിയം 2 ആണ് തുടങ്ങുന്നത്. അപ്പോൾ ചാനലിൽ 1 തൊട്ട് 25 വരെയുള്ള ഗുരുവാണികളെ കോർത്തിണക്കിയാണ് വോളിയം 1 ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ അതെല്ലാം കൊടുത്തിട്ടുണ്ട്. ഏത് പിന്നെ പേജ് നമ്പർ അടക്കം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഗുരുവാണി കേൾക്കുമ്പോൾ ഈ ബുക്കിൽ നമുക്ക് എവിടെയാണ് അത് പറഞ്ഞിരിക്കുന്നതെന്ന് വ്യക്തമായിട്ട് മനസ്സിലാവും. മനസ്സിലായോ? അത്രയും ആധികാരികരമായിട്ട്. കാരണം ഇന്ന് വരെ വന്നിരിക്കുന്ന എല്ലാ ആചാര്യന്മാരുടെയും പിന്തുടർമുറ ഇതെല്ലാം തെറ്റിച്ചിട്ടുണ്ട്. ആചാര്യൻ്റെ യഥാർത്ഥ എല്ലാ കാര്യങ്ങളും തെറ്റിച്ചിട്ടുണ്ട്. പക്ഷെ അതെല്ലാം വർഷങ്ങൾക്ക് ശേഷമാണ്. മനസ്സിലായില്ലേ? വർഷങ്ങൾക്ക് ശേഷം കുറേശ്ശെ മാറ്റം വന്നിട്ടാണ്. നമ്മുടെ പരമ്പരയിൽ അങ്ങനെയല്ല. ഒരു ശരീരം വിട്ട ഉടനെ ആ സെക്കൻഡിൽ തന്നെ അതിനെ മാറ്റിമറിച്ച്, അതിനെ വെള്ളം ചേർത്ത്, അതിനെ മലിനപ്പെടുത്താനായിട്ട് ശ്രമിച്ചു. അപ്പോൾ ഈ രാധി ചേച്ചി ഈ ദൗത്യം എന്ന് പറഞ്ഞാൽ, ഷോർട്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇന്ന് എല്ലാവരും എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥന കഴിയുമ്പോൾ ആ കൃത്യം 6 മണിക്ക് നമ്മുടെ ഷോർട്സ് വരുന്നുണ്ട്. ആ ഷോർട്സ് കേട്ടാണ് എല്ലാവരും എന്താ പറയുക, അവരുടെ പ്രഭാത കർമ്മങ്ങളിലേക്ക് കടക്കുന്നത്. ആ ഒരുപാട് പിന്നെ കോളുകൾ വരുന്നുണ്ട്, നിങ്ങൾ ചെയ്ത നല്ലൊരു ദൗത്യമാണെന്നും പറഞ്ഞത്. മനസ്സിലായില്ല? അപ്പം ഇത് രാധി ചേച്ചിയാണ് ഇതെല്ലാം കേട്ടിട്ട് ഈ ഒരു ആശയം 3 മിനിറ്റിൽ നിൽക്കാത്തുണ്ടെങ്കിൽ അത് ചെറുതായിട്ട് അതിൻ്റെ ഗ്യാപ്പുകളൊക്കെ കറക്റ്റ് ചെയ്ത് രാധി ചേച്ചി തന്നെയാണ് ഇതെല്ലാം ചെയ്തു തരുന്നത്. മനസ്സിലായി? അപ്പോൾ അതെടുത്ത് അതിൻ്റെ നമ്പർ സഹിതം, നമ്പറും അതിൻ്റെ പേജ് നമ്പർ സഹിതം രാധി ചേച്ചി അയച്ചിരിക്കും. ആയിട്ട് അതിനെ എഡിറ്റ് ചെയ്ത് ഇടുന്നത് മാത്രമേ ഉള്ളൂ എൻ്റെ ഒരു ദൗത്യം എന്ന് പറഞ്ഞാൽ. എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ എനിക്ക് അത് ഒരുപാട് സമയമെടുത്ത് ഒരുപാട് സ്ട്രെയിൻ എടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പം രാധി ചേച്ചി കുറേ ചെയ്തിട്ട് അയച്ചു തരുമ്പോൾ നമ്മളത് എന്താ പറയുക, ഞാനതെടുത്ത് ഓരോ ദിവസം എടുത്ത് അപ്ലോഡ് ചെയ്ത് വെക്കും, ഷെഡ്യൂൾ ചെയ്ത് വെക്കും. അത് കൃത്യമായിട്ട് ആ സമയങ്ങളിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഇത് സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഒരു വലിയ ലെങ്ത് ഗുരുവാണി എല്ലാ ദിവസവും എല്ലാവർക്കും കേൾക്കാൻ സമയം കിട്ടത്തില്ല. അപ്പം ഗുരുവിൻ്റെ ഒരു ആശയ സംബന്ധമായിട്ടുള്ള ഒരു കാര്യം അത് ഡെയിലി ഇങ്ങനെ എല്ലാവരും കേൾക്കുന്നത് എന്താ പറയുക, അത് ഞാൻ പറയാതിരുന്നാൽ ശരിയാകാത്തതുകൊണ്ടാണ്. കാരണം അല്ലെങ്കിൽ അനർഹമായൊരു അംഗീകാരം എനിക്ക് കിട്ടണ്ട. കാരണം എന്നെ ഫോൺ ചെയ്ത് വിളിക്കുന്നവരോടൊക്കെ ഞാനിത് പറയുന്നുണ്ട്.
ഇന്ന പോലെ ചേച്ചിയാണ് ചെയ്തു തരുന്നത്. അപ്പം ചേച്ചിയുടെ ആ ഒരു എന്താ പറയുക കർമ്മത്തിൻ്റെ അത് മറ്റുള്ളവരും കൂടി മനസ്സിലാക്കണം, അതിൻ്റെ വലിപ്പം മനസ്സിലായി. അത് തുടങ്ങിയപ്പോൾ എനിക്കും അത്രയും തോന്നിയില്ല. കാരണം എന്ന് വെച്ചാൽ മറ്റൊരു കാര്യം കൂടി ഉണ്ട്. തനതായ ഗുരുവാണികൾ ഇരിക്കെയാണ് ഗുരുവിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഗുരുവാണികൾ എന്ന വ്യാജേനെ ശാന്തിഗിരി ആശ്രമത്തിൽ നിന്ന് പ്രചരിപ്പിക്കുന്നത്. ഈ ഗുരുരത്നായാലും കൊള്ളാം, അമൃതയായാലും കൊള്ളാം, ഈ അൽച്ചേർത്തല എന്ന് പറയുന്ന ആളായാലും കൊള്ളാം, ഇതൊക്കെ വ്യാജമായിട്ട് പ്രചരിപ്പിക്കുന്നു. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് ഇതിന് പ്രസക്തി കൂടുന്നത്. അതും അവരെല്ലാം കൂടി ഇത് അവരുടെ കയ്യിൽ ഇരുന്നെല്ലാം നശിപ്പിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. മനസ്സിലായി? അത് എന്നിട്ടാണ് പറയുന്നത് ഗുരുവാണികൾ കേട്ടാൽ ഭ്രാന്ത് പിടിക്കും, ഗുരുവിൻ്റെ രൂപം ഫോട്ടോ കണ്ടാൽ ഭ്രാന്ത് പിടിക്കും. നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നത് കുറച്ചു നാൾ ഇവരിത് ചെയ്തിരുന്നു, പിന്നീടാണ് ഇവർക്ക് ഇതിൻ്റെ അപകടം മനസ്സിലാകുന്നത്. ഗുരുവാണികൾ നേരിട്ട് എല്ലാ വിശ്വാസബോധത്തിലും എത്തിക്കഴിഞ്ഞാൽ ഇവരുടെ കള്ളത്തരവും കപടതകളും ആൾക്കാർ തിരിച്ചറിയും. മനസ്സിലായോ? ഇപ്പം നമ്മൾ മനസ്സിലാക്കിയതുപോലെ തന്നെ മറ്റുള്ളവർ ഇത് മനസ്സിലാകും. ഇപ്പം ഏകദേശം ആൾക്കാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. കാരണം ഒരുപാട് കോളുകൾ വരുന്നുണ്ട്. കാരണം വെച്ചാൽ ഈ ഗുരുവാണി ഷോർട്സ് എന്ന് വെച്ചാൽ ആ 3 മിനിറ്റ് ഉള്ളതുകൊണ്ട് എല്ലാവരും എല്ലാ ദിവസവും കേൾക്കും. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ കേൾക്കുന്നതിനുള്ള ഗുണമെന്ന് പറഞ്ഞാൽ അവരവരുടെ ബോധമണ്ഡലം ഉണരും. ഇന്ന് കാണിക്കുന്ന കാപട്യമല്ല ഗുരു പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാവും. മനസ്സിലായി? ഇവരുടെ കുടിലത കൊണ്ട് ഒരുപാട് ആൾക്കാർ പരമ്പര വിട്ടു പോയിട്ടുണ്ട്, ഒരുപാട് ആൾക്കാരെ തല്ലി ഓടിച്ചിട്ടുണ്ട്, ഒരുപാട് ആൾക്കാരെ പുറത്താക്കപ്പെട്ടിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇവരുടെ ഇഗിതത്തിന് വഴങ്ങി നിൽക്കാത്തതുകൊണ്ട്. യഥാർത്ഥത്തിൽ ഇവരുടെ ഇഗിതത്തിന് വഴങ്ങാനല്ലല്ലോ ഈ അമൃത ഗുരുരത്നൻ അല്ലെങ്കിൽ അൽച്ചേർത്തല ഇവരുടെ ഇഗിതത്തിന് വഴങ്ങാനല്ലോ ഗുരു ആശയവും പ്രസ്ഥാനവും കൊണ്ടുവന്നത്. ആണോ? ലോകനന്മയ്ക്ക് നല്ല കുട്ടികൾ ജനിച്ച് നല്ല ലോകനന്മ ഉണ്ടാകാൻ വേണ്ടിയാണ്. അപ്പം ഇതുപോലുള്ള ഗുരുവാണികൾ നമ്മൾക്ക് കൊടുക്കാൻ കഴിയുന്നത്. പക്ഷേ ഇവർ പ്രചരിപ്പിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെപ്പോലെ ഗുരുവിനെ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവരൊക്കെ ഗുരുനിന്ദകരാണെന്നാണ് പറയുന്നത്. ആര്? ഇവരുടെ കള്ളത്തരങ്ങൾ വിളിച്ചിട്ട് പറയുന്നവരാണ് ഗുരുനിന്ദകരെന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ബ്രഹ്മശ്രീ കരുണാകര ഗുരുവിൻ്റെ ഇച്ഛപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സംഘടനയാണ് ഈ ഗുരുധർമ്മ സംരക്ഷണ സംഘം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരെയും അറിവിലേക്കായിട്ടൊന്ന് പറയണമെന്ന് തോന്നി. അതുതന്നെയല്ല നാളെ മുതൽ വരുന്നത് ഗുരുവാണി വോളിയം 2 ഗുരുവാണികളായിരിക്കും. ശ്രദ്ധിക്കുക. സദ്വിസർവം.